ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇവിടെയാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വെക്കുന്ന ഒരു ഏരിയ. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മാത്രമല്ല, അത്രയും ഐറ്റംസും ഈ ഒരു ഏരിയ തന്നെ. അതാ ഞാൻ ഇതുപോലെ മാറ്റി മറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഒരു ജീവനില്ലാത്ത വസ്തുവിന് നമ്മൾ ജീവൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഒരു 12 വർഷമായിട്ടോ. ഈ 12 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ ചുമരൊന്നും പെയിന്റ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇടയിൽ ഞാനും ഏട്ടനും കൂടി ഉൾഭാഗം മൊത്തം ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തു, അത്ര തന്നെ. രാവിലൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു സന്തോഷമില്ലാത്ത പോലെ, ഒരു എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസം പെട്ടെന്നാണ് എനിക്ക് തോന്നിയത്, ഇവിടെ ഒന്ന് പെയിന്റ് അടിച്ചാലോ എന്ന്. കർക്കിടക മാസത്തിന് മുന്നേ തീർക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ ഒരു പോർഷൻ മാത്രമേ കർക്കിടക മാസത്തിന് മുന്നേ കഴിഞ്ഞുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗവും ഇങ്ങനെ ഇതുപോലെ വൃത്തിയേടായി കിടക്കുകയാണ്. അതും പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ വീഡിയോ എന്തായാലും എത്തിച്ചിരിക്കും. നമ്മൾ മനസ്സ് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ളത് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് തിരക്കി തന്നെ. എന്തായാലും ഈ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചിട്ട് കോളാവുമെന്ന് ഓർത്തിട്ടു. പിന്നെ ആരും ഒന്നും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ ഓരോന്ന് ചെയ്യണത്. സ്വന്തം വീട്, സ്വന്തം ഭിത്തി, സ്വന്തം കാശ്. ആ മുദ്രാവാക്യം മനസ്സിലോർത്ത് മുന്നോട്ട് വെച്ച കാല് പിന്നെ പിന്നോട്ടെടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഓരോന്ന് ഇറക്കി വെച്ച് പൊട്ടണതും പൊട്ടാത്തതും കനുള്ളതും കനല്ലാത്തതുമായ സകല സാധനങ്ങളും അവിടെ ഉണ്ട്. ഞാനിതൊന്നൊരു പാഠം പഠിച്ചത് എന്താണെന്നറിയോ? ഒരിക്കലും ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്പേസ് കാണുകയാണെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് കൊണ്ടുവെക്കരുത്. അവിടെ വെച്ചാൽ ഇതാണ് വെളിപാടുണ്ടാവുമ്പോൾ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും മുകളിൽ നിർത്ത എല്ലാ സാധനങ്ങളും അപ്പുറത്തൊരു റാക്ക് ഉണ്ട് കേട്ടോ, അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. ഇനി അവിടെ നേരാക്കണ സമയത്ത് ഇതുപോലെ കിടന്ന് പട്ടിപ്പണി എടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഇവിടെ വൃത്തിയാക്കാൻ പറ്റുമോ നോക്കാലോ. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കംപ്ലീറ്റ് താഴേക്കിട്ട് അതെല്ലാം അപ്പുറത്തെ റാക്കിൽ സേഫ് ആക്കിയിട്ട് ആവശ്യമില്ലാത്തൊക്കെ ആക്രി കളക്ഷനിലേക്ക് അങ്ങ് മാറ്റി. അപ്പുറത്ത് ഉപയോഗിക്കാത്ത കുഞ്ഞൊരടുക്കളയാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് അങ്ങോട്ട് മാറ്റിയത് കേട്ടോ. പിന്നെ നിലമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരി പെയിന്റിങ് ആരംഭത്തിന്റെ ഫസ്റ്റ് പാർട്ട് അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു. ഈ ജനലൊക്കെ കണ്ടോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൊണ്ടുവയ്ക്കണവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു വർഷമായിട്ട് ജോലിയൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് വീട് ഇങ്ങനെ ആയിപ്പോയതും. എന്തായാലും പിറ്റേ ദിവസമാണ് കേട്ടോ പെയിന്റിങ്ങിന് ഇറങ്ങിയത്. ഫ്രിഡ്ജും ഞാൻ ഷോക്കടിച്ച് ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് പ്ലഗൊക്കെ ഊരി അന്നത്തെ ഷീറ്റൊക്കെ മാറ്റി. അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. അവിടെ ആകെ തുരുമ്പടിച്ചിരിക്കുന്നു. ഇനി അതിനെന്തെങ്കിലും പോകുമ്പഴി കാണണം. എന്തായാലും അതവിടെ ഇട്ടിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് മറാലയും പൊടികളൊക്കെ ഒന്നും കൂടി തട്ടി നല്ല ക്ലിയർ ആക്കി പെയിന്റ് അടിക്കുമ്പോൾ കരടും പൊടിയൊന്നും ഇടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് റാക്കിന്റെ മുകളിലും വാർപ്പിന്റെ മുകളിലും അങ്ങനെ കംപ്ലീറ്റ് അടിച്ചു വാരി പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. തലേ ദിവസവും അവിടെ ക്ലീൻ ആക്കിയപ്പോഴും നന്നായിട്ട് അടിച്ചു വാരി മറാലൊക്കെ തട്ടിയതാണ് ഏകദേശമൊക്കെ. എന്നിട്ട് പോലും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞും ഒക്കെ നോക്കണത്. എൻ്റെ കുട്ടി അവിടെ നിന്ന് ക്യാമറ ഇളക്കുന്നു, നല്ല വികൃതിയാണ്. അതും പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. 4.5 വയസ്സായാണ്, പക്ഷെ എന്നാലും വികൃതിക്ക് ഒരു കുറവുമില്ല. പെയിന്റ് അടിക്കുമ്പോൾ പെയിന്റ് വല്ലാതെ നിലത്താവരുതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേപ്പറൊക്കെ വെച്ചിരുന്നു കേട്ടോ ഞാൻ. എന്നാലും എങ്ങനെയായാലും ആവാതിരിക്കില്ല, കാരണം ശീലമില്ലാത്ത പണിയല്ലേ. പിന്നെ അത് പെയിന്റ് അടിച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ശരിയാവുമായിരിക്കും. ഹസ്ബൻഡ് പറഞ്ഞതായിരുന്നു ഞാൻ വന്നിട്ട് വൈകുന്നേരം ഞാനൊക്കെ റെഡിയാക്കി തരേണ്ട, എന്നിട്ട് പെയിന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. അല്ലാതെ അറിയാത്ത പണി എടുക്കാന്നൊക്കെ ഉണ്ടാകുന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ നമുക്ക് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സ്വഭാവമില്ല. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പെയിന്റ് അടിച്ചിങ്ങോട്ട് കാണാഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ. അപ്പോൾ എന്തായാലും ആ കടക്കാരൻ പറഞ്ഞിരുന്നു 4 ലിറ്ററാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. 4 ലിറ്ററിന് 2 ലിറ്റർ വെള്ളം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ ഞാൻ വെള്ളം കറക്റ്റാക്കി എടുത്ത്. പക്ഷേ 2 ലിറ്റർ കംപ്ലീറ്റ് ഒഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടും കൂടിയാണ് കുറച്ചും കൂടി കട്ടിയിൽ വന്നു. പക്ഷെ അത് എന്താ വെച്ചാൽ നല്ലോണം ചളി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത്രണ്ട് ലൂസാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ചളി പോകണമെങ്കിൽ പിന്നെ 3 4 കോട്ട അടിക്കേണ്ടി വരും. ഇതൊരു 2 പ്രാവശ്യം ഇതാക്കിയപ്പോൾ തന്നെ ഏകദേശം ചളിയൊക്കെ ഒന്ന് മറിഞ്ഞ് കിട്ടി. പിന്നെ കഴുകി ഉരച്ചുണ്ടാക്കി അതിനൊന്നുള്ള ക്ഷമ എനിക്കില്ല സത്യം പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പണി ഇതാക്കിയത്. പക്ഷെ അപ്പോഴേക്കും ഹസ്ബൻഡ് ഫുഡ് കഴിക്കാനൊക്കെ വന്നിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ അയ്യോ എന്തിനത് അറിയാത്ത പണി എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ എന്നൊക്കെ പറഞ്ഞു. ലാഡർമേലൊക്കെ കയറിയിട്ട് പൊട്ടിപ്പടഞ്ഞ് വീഴരുതെന്നും പറഞ്ഞൊരു ഉപദേശമൊക്കെ തന്നിട്ടാ മൂപ്പര് പോയത്. എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ടോ, അവിടെ നിങ്ങൾ കണ്ട അപ്പുറത്തൊക്കെ കണ്ടാലറിയാം നല്ല ചളിയുണ്ട്. അതൊക്കെ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കണം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
ആദ്യം മുകളിലേക്ക് വെത്തൂല എന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ കൊള്ളിയൊക്കെ എടുത്തിട്ട് അതിലൊക്കെ കുത്തിയിട്ടാണ് ഞാൻ ഈ പെയിന്റ് അടിച്ചത് കേട്ടോ. പക്ഷെ കൈ നല്ല വേദന എടുക്കുന്നുടാ, നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആ അടിയിൽ കണ്ടോ അതാക്കുമ്പോൾ അങ്ങനെ റോള് തെന്നി തെന്നി പോവുക. അപ്പോൾ അങ്ങനെ കയ്യിൽ നിന്ന് എടുത്തപ്പോൾ നല്ല സുഖമായിട്ട് പെയിന്റ് അടിക്കാൻ പറ്റിയിട്ട് നല്ല സുഖം. പിന്നെ ഈ റോൾ ഉണ്ടായതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയേനെ. ബ്രഷൊക്കെ ഇട്ട് നടക്കണ കാര്യമല്ല. ബ്രഷ് നമ്മൾ മുകളിൽ ഈ അരുവ് മുക്കുമൂല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓക്കെ പറ്റും. അപ്പോഴേക്കും ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വന്നിട്ട് എന്നെ കുറേ കളിയൊക്കെ ചെയ്തു, അടങ്ങിയിരിക്കാൻ വയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആള് ക്യാമറയിൽ ഇതാ സൂം ചെയ്തൊക്കെ കാണിച്ചു തരുന്നു ചളിയുള്ള ഭാഗമൊക്കെ. അതൊക്കെ എന്തായാലും നന്നായിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയും ചുമരിൽ പിടിച്ചിട്ടുണ്ടാണ്, അത്രയും തന്നെ അത്രയുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് പോവില്ലേന്നൊക്കെ തോന്നി. പക്ഷെ രണ്ടാമത്തെ ഒരു കോട്ടൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആവുകയും ചെയ്തു കേട്ടോ. നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് വിഷമിച്ചിരിക്കുന്നതിനേക്കാളും നല്ല ഇഷ്ടമുള്ള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ജോലിയൊക്കെ നിർത്തിയപ്പോൾ, ജോലി ഞാൻ കുഞ്ഞ് സ്കൂളിലായപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. കാരണം നമുക്കിങ്ങനെ ജോലിക്ക് പോയിരുന്ന ആൾക്കാർ പിന്നെ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പെയിൻറ്റിങ്ങിലൊക്കെ അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തപ്പോൾ പിന്നെ എനിക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കണമെന്ന് ഇങ്ങനത്തെ ഓരോന്ന് ഓർത്തിട്ടാവും കേട്ടോ. അപ്പോൾ ഒരു വല്ലാത്ത സമാധാനമാണ്. നമ്മളെ സന്തോഷം നമ്മളെ കയ്യിൽ തന്നെയാണ്. നമ്മൾ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. മറ്റൊരാളിലാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം മുഴുവൻ പോണത്. കാരണം എന്താണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ നമ്മളോട് പെരുമാറാതെ ആവുമ്പോൾ നമുക്ക് സങ്കടം വരും, സ്വാഭാവികം. ഏട്ട ഫുഡ് കഴിക്കാൻ പോകണം പോക്കാട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു എന്ന്. കുറേ നേരം പെയിൻറ്റ് ഞാൻ അടിച്ചുതരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞതാണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പെയിൻറ്റ് ഞാൻ കൊണ്ടിച്ചത്. ഞാനത് പറഞ്ഞിട്ട് പിന്നെ വേറൊരാളെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അത്ര കഷ്ടപ്പാടായിട്ട് എനിക്കത് തോന്നിയില്ല കേട്ടോ. കാരണം റോൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ച് തീർത്തത്.
ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ് അടിച്ചതിന് ശേഷമാണ് മുകളിലുള്ള പെയിൻറ്റും അതുപോലെ തന്നെ ഈ മെഷീൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ഭയങ്കര ഒരു അമ്പിളിയായിട്ട് തോന്നി. എന്നാലും ഒക്കെ സെറ്റായിട്ട് വന്നു, അടിപൊളിയായിട്ട് വന്നു എന്ന് വിശ്വസിക്കുന്നു. വേറൊരു കാര്യം പറയാൻ മറന്നു, അതിൻ്റെ ഇടയിൽ ആ ഫ്രിഡ്ജിൻ്റെ മുഖച്ഛായ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയണേ.